എനിക്കിനി ഒന്നും പറയാനില്ല. തിരിച്ചു പോവാ ഞാൻ. യാത്ര പറഞ്ഞിട്ട് പോവാന്ന് കരുതി. അങ്ങനെ ആയിക്കോട്ടെ. അധികം വൈകാതെ പെങ്ങളെ തിരിച്ചു വിളിച്ചു വരുത്തിക്കോളൂ. ശരി, കാണാം. അതെ, അലീന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിണ്ടാവും. കഴിച്ചിട്ടേ പോവാവൂ. പെങ്ങളുടെ മോളാണെന്നുള്ള കാര്യം ഓർമ്മ വേണം. സംസാരിച്ചോ? പകയടങ്ങുന്നില്ല ആന്റിയോടാണോ? എല്ലാരോടും. ക്ഷമിക്കാൻ തയ്യാറല്ല. ക്ഷമിക്കും. വൈജ വലിയ ത്യാഗം ചെയ്യേണ്ടി വരും. എങ്ങനെ? അവൾ അലിയണം, ഉരുകണം, സ്നേഹത്തിലും ക്ഷമയിലും. ആന്റിയല്ലേ മില്ലിമീറ്ററിന് വിട്ടുകൊടുക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ തലവേദന. ഏതെങ്കിലും ഒരു ഐഡിയ സെറ്റ് ചെയ്തേ. ആന്റിക്ക് ഒരു സൂചന, ഒരു ക്ലൂ കൊടുത്താലോ? അലീനയ്ക്കെതിരെ ഇത്രയും ചെയ്തു വെച്ചവൾക്ക് അവൾ സ്വന്തം മകളാണെന്ന് സത്യം താങ്ങാൻ പറ്റുമോ? ബാലേന്ദ്രന്റെ നേരെ നോക്കാൻ കരുത്ത് കിട്ടുമോ? നോക്ക്. ബാക്കിയുള്ളവരെ ഫേസ് ചെയ്യാൻ സാധിക്കോ? ബാലേന്ദ്രന്റെ പക നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചതിയാണ് ചെയ്തത്, അറിയാതെയല്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത അയാളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനില്ല. എന്ത് ചെയ്യും ലച്ച? വൈജിയെ കൂടി കണ്ടിട്ടേ പോകുന്നുള്ളൂ. അവളോട് പറഞ്ഞു നോക്കാം, പറയാവുന്ന അതിര് വരെ. അയ്യോ പോവല്ലേ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചു. ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം മോളെ. നീ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? ബുദ്ധിമുട്ടി കഴിഞ്ഞു, ഇനി കഴിക്കാതെ പോയാലാ ബുദ്ധിമുട്ട്. എങ്ങേട്ടൻ പോയില്ലായിരുന്നു? നീ എവിടെ പോണ്? ഹോസ്പിറ്റലിലേക്ക്. അച്ഛാ, ഫുഡ് കഴിച്ചിട്ട് പോയാ മതി. അങ്കിളിനെ വിളിക്ക്. മനുവെട്ടനുമാ. കൃഷ്ണമോളെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടാ നമുക്കിടയിലുള്ള കയ്പ ആഹാരത്തിലോട്ട് കലർത്തണ്ട. അതാ പാഹം പങ്കുവച്ച് നിറഞ്ഞ മനസ്സോടെ ഉണ്ടാക്കി വെച്ചതാ. വാ, കഴിച്ചിട്ടോ? വാന്നേ, നമുക്ക് ഒന്നിച്ചിരിക്കാം. അങ്ങളെ വെളിച്ചിന് ഹോസ്പിറ്റലോട്ടാ വരുന്നേ. ആണോ? വൈജിയെ കണ്ട് സംസാരിക്കണം. എന്നാ പിന്നെ എന്റെ കൂടെ വാ. വെറുതെ എന്തിനാ മനുകാരടുത്ത് വരുന്നത്? ഗംഗേട്ടന്റെ ട്രാവൽ പ്ലാനിങ് എങ്ങനെ പാലായിരുന്നു? ടാക്സി പിടിച്ചു പോണം. ഹോസ്പിറ്റലിൽ ഞാൻ വിളിച്ചുതരാം. ടാക്സി പോരെ? അത് മതി. മനു, ഗംഗേട്ടൻ ലഗേജ് വല്ലതും ഉണ്ടെങ്കിൽ ഇറങ്ങുമ്പോ എന്റെ കാറിലോട്ട് എടുത്തു വെച്ചാൽ മതി. മറക്കരുത്. ഓ ശരി. പോട്ടെ മോളെ. എന്റെ നമ്പർ തന്നിട്ടുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിക്കണം. പോട്ടെ. പോട്ടെടാ മനു. ബൈ. അങ്കിള് നീലഗിരിക്ക് എങ്ങനെ പോകും മനുവേട്ടാ? ടാക്സി വിളിച്ചു. അത്രയും ദൂരം? സുഖല്ലേ? ടാക്സി വെറുതെ ചാരി കിടന്നാ പോരെ? അങ്കിളൊരു സംഭവല്ലേ? പുള്ളിക്കാരൻ വന്നിട്ട് എല്ലാം ലെവലാക്കില്ലെങ്കിൽ ഇപ്പൊ എന്നൊക്കെ സംഭവിച്ചാൽ. ശരിയാ, എന്നെ അവരെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോയത് എന്തിനായിരുന്നു മനുവേട്ടാ? കൊല്ലാനായിരുന്നോ? ആ വിഷയം വിട്ടേക്ക്, കഴിഞ്ഞില്ല. വെറുതെ എന്തിനാട്ടെ. വാ അലീന, ഉം. പിന്നെ ഹോസ്പിറ്റലിൽ പോയായിരുന്നോ? ഒരു ദിവസം കൂടി പോയി. എന്നിട്ട് ആന്റി എന്നെ നിർത്തിയില്ല. നഴ്സുമാരോട് പറഞ്ഞു റൂമിൽ നിർത്താൻ പാടില്ല. അപ്പോഴേ തിരിച്ചു പോന്നോ? ഇല്ല, ഞാൻ റൂമിന് പുറത്ത് കോറിഡോറിൽ നിന്നു. സുലോചന ആന്റി വീട്ടിൽ പോയിട്ട് വരുന്നത് വരെ. എന്തൊരു കഷ്ടാണല്ലേ. സ്വന്തം മകളോടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആന്റി അറിയുന്നില്ല. അതുകൊണ്ട് മാഡം ഇപ്പൊ എന്ത് പറഞ്ഞാലും എനിക്കൊരു സങ്കടവും ഇല്ല. ഈ മാഡം എന്നുള്ള സല്യൂട്ടേഷൻ കേൾക്കുമ്പോ എന്തോ പോലെ. സത്യം അറിയാവുന്നവരോട് അമ്മയെന്ന് തന്നെ പറയണമെന്നുണ്ട്. പക്ഷെ അറിയാത്തവരുള്ളപ്പോഴും ആ വിളി തന്നെ വന്നെങ്കിലോ എന്ന് പേടിച്ചിട്ടാ. വൈജയന്റെ വെറുപ്പിലും വിദ്വേഷത്തിലും അലിനയ്ക്ക് ഇപ്പൊ സങ്കടം തോന്നാത്ത എന്തുകൊണ്ടെന്ന് ഞാൻ പറയട്ടെ. എന്തുകൊണ്ടാ? സത്യം അറിയുന്ന 4-5 പേര് ചുറ്റുമുള്ളതുകൊണ്ട് ആരും അറിയാതിരുന്നപ്പോ ഒരുപാട് കരഞ്ഞിട്ടില്ലേ? ശരിയാ, നമ്മളെ ശരിക്കും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തൊരാശ്വാസ അല്ലെ? അച്ഛൻ ആദ്യം അറിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് എന്തൊരു പേടിയും വെപ്രാളമായിരുന്നു. ഇവിടുന്ന് ഇറങ്ങി എങ്ങോട്ടെങ്കിലും ഓടി പോയാ മതിയെന്നായിരുന്നു എനിക്ക്. ഈ വീട് വേണ്ട, ഇവിടെയുള്ള ആരും വേണ്ട, എനിക്ക് ഇവിടുന്ന് ഇറങ്ങി ഓടണം. പക്ഷെ അച്ഛൻ എന്നെ മനസ്സിലായി, വിടാതെ മുറുകെ പിടിച്ചു. പിന്നെ കൃഷ്ണമോൾ അറിഞ്ഞു. പക്ഷെ ഇതുവരെ ഇവളെന്നോട് അറിഞ്ഞതായിട്ട് ഭാവിച്ചിട്ടില്ല. എനിക്കറിയായിരുന്നു അച്ഛൻ ഇവളോട് പറഞ്ഞു കഴിഞ്ഞു എന്ന്. കള്ളി. എന്നിട്ട് എന്റെ അടുത്ത് അങ്ങനെയൊന്നും കാണിച്ചില്ല. നീ എന്റെ അടുത്തും അറിഞ്ഞതായിട്ട് ഭാവിച്ചില്ലല്ലോ. പക്ഷെ നിനക്ക് വന്ന മാറ്റം എനിക്ക് മനസ്സിലായി. അതറിഞ്ഞ ശേഷം ഇവൾക്ക് എന്നോട് എന്തൊരു സ്നേഹമായിരുന്നെന്ന് അറിയോ മനുവേട്ടാ? ഞാനും വിചാരിച്ചു ഇഷ്ടം പോലെ സ്നേഹിച്ചോട്ടേന്ന്. എന്നിട്ട് എന്നോട് അത്രയ്ക്കൊന്നും സ്നേഹം കാണിച്ചില്ലല്ലോ. കൂടുതൽ സ്നേഹം കാണിച്ചാം നീ തിരിച്ചറിയത്തില്ലേ? എനിക്ക് മനസ്സിലായിന്ന്. പറയരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ പറയാതിരുന്നു. അയ്യോടി, സങ്കടം വന്നോ? നീ എന്നോട് അത്രയ്ക്കും സ്നേഹം കാണിക്കുമ്പോ ആരും കാണാതെ മാറി നിന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. സന്തോഷമുണ്ട്. ഞാൻ മാത്രം ഇതിനൊക്കെ പൊട്ടം കളിച്ച് കിടന്നു, ഒന്നും അറിയാതെ. നീ ആദ്യം മുതൽ എന്നെ പറ്റിക്കുമായിരുന്നു. ഞാൻ സ്നേഹനികേതനിൽ വന്ന് നിന്നെ കണ്ട അന്ന് മുതൽ. ആദ്യം പറ്റിച്ചത് ഞാനല്ല, മുത്തശ്ശന. ആ വിധവനെ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒരു അക്ഷരം ഇണ്ടാതെ പോയി കളഞ്ഞു. എനിക്കൊന്നും ആരെയും അറിയിക്കാൻ പാടില്ലായിരുന്നു മനുവേട്ടാ. അതെന്താ മനസ്സിലാക്കാത്തെ? അതുകൊണ്ട് ഇപ്പൊ ആരും അറിഞ്ഞില്ല. അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചവരെല്ലാം അറിഞ്ഞു. അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ച ആള് മാത്രം അറിഞ്ഞിട്ടില്ല. നീ ഇതുവരെ ആരോടെങ്കിലും പറഞ്ഞോ നീ ആരാണെന്ന്? ഇല്ല, പറഞ്ഞിട്ടില്ല. ബാലേന്ദ്രനോട് പറഞ്ഞോ? ഇല്ല. അദ്ദേഹം ഒരു വോയിസ് റെക്കോർഡ് നിന്നെ കേൾപ്പിച്ചു, അത്രല്ലേ ഉണ്ടായിട്ടുള്ളൂ. കൃഷ്ണനോട് പറഞ്ഞോ മോളെ ഞാൻ നിന്റെ അമ്മയുടെ വയറ്റിൽ ജനിച്ചവളാണെന്ന്? ഇല്ല. എന്റെ അടുത്ത് നീ ഇതുവരെ പറഞ്ഞു? എല്ലാം മനസ്സിലാക്കിയവരോട് എന്തിനാ പറയുന്നത്? മനുവേട്ടനറിയോ, എല്ലാവരോടും പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരാണെന്നും ഇവിടെ ഉള്ളവരെന്റെ ആരാണെന്നും. മാഡത്തോട് ഞാൻ എത്ര തവണ പറഞ്ഞു എന്നെ സ്വന്തം മോളെ പോലെ കരുതണം. എന്റെ മനസ്സിലെ മാഡത്തിന് എന്റെ അമ്മയുടെ സ്ഥാനമാണെന്ന്. രോഹിയോടും ബബിതയോടും കൃഷ്ണമോളോടും പറഞ്ഞിട്ടുണ്ട് പലതവണ. നിങ്ങൾ എന്റെ അനുജന്റെ അനുജത്തിമാരുടെ സ്ഥാനത്താണെന്ന്. ഞാൻ നിങ്ങളുടെ ചേച്ചിയാണെന്ന്. ഇല്ലേ മോളെ? ശരിയാ, അലിന ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു. പക്ഷെ ആർക്കും മനസ്സിലായില്ല. അച്ഛനോട് ഞാൻ പറഞ്ഞു എന്റെ അച്ഛന്റെ സ്ഥാനത്താ ഞാൻ കാണുന്നതെന്ന്. എന്നോട് മാത്രമൊന്നും പറഞ്ഞിട്ടില്ല. നിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എന്നോട്, കട്ടയ്ക്ക് കൂടെ എന്നോട്. സോറി കള്ളച്ചിരി ഉണ്ടോ പറ്റിച്ചിട്ട്? സത്യം പറയാലോ മനുവേട്ട, വേറെ ആരോടും ഒന്നും പറഞ്ഞില്ലെങ്കിലും ശരി, മനുവേട്ടനോട് മാത്രം എന്തെങ്കിലും എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് പൊട്ടിക്കരയണമെന്ന് വിചാരിച്ചിരുന്നവളാ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ്. അതിപ്പോ ഇങ്ങനെയൊക്കെ ആവുന്ന ഞാൻ ഓർത്തില്ലല്ലോ. പോട്ടെ, സാരില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ. ഇനിയാണ് എനിക്ക് ഏറ്റവും പേടി. മാഡത്തിന്റെ തീരുമാനം എന്തായിരിക്കും? ഡിവോഴ്സിന് പോകൂ, വേറെ വീടെടുത്ത് മാറൂ? വൈജയന്റെ എങ്ങനെ സത്യം അറിയിക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നത് പറയണോ, അതോ പണ്ട് മരിച്ചുപോയെന്ന് പറഞ്ഞ കുട്ടി
ജീവിച്ചിരിപ്പെടുന്ന വിവരം കിട്ടിയിട്ടുണ്ട്, ഒന്ന് അന്വേഷിച്ച് നോക്കിയാലോ എന്ന് പറയണം. വേണ്ട, എങ്ങനെയൊക്കെ പറഞ്ഞാലും എന്റെ നേർക്കല്ലേ അവസാനം കൈ ചൂണ്ടുന്നെ. മാഡത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് ആലോചിക്കാം, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാതെ പറ്റും. വൈജയെ കാണണ്ടേ? ഗംഗേട്ടൻ കണ്ടിട്ടോ? നീ കയറുന്നില്ലേ? ഞാൻ ഹോസ്പിറ്റലിൽ വരുന്നത് ചികിത്സാ സംബന്ധമായി അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നറിയാൻ, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി. അല്ലാതെ കാപട്യത്തിന്റെ മുഖം മൂടിയിട്ട് കിടക്കുന്ന ആ സ്ത്രീയോടുള്ള പ്രേമം കൊണ്ടൊന്നും. എന്നാ ഞാൻ കയറി കണ്ടിട്ട് വരാം. ആ, അതാ നല്ലത്. ഞാൻ ഗംഗേട്ടന് പോകാനോ ടാക്സി വിളി. നീലഗിരി വരെ യാത്ര ചെയ്യാനുള്ളതല്ലേ? ആ, അത് മതി. വൈജെ, ഞാൻ തിരിച്ചു പോവാ. നിനക്ക് സംസാരിക്കാറായോ? കൂടുതൽ സംസാരിച്ച വായിന്ന് ബ്ലഡ് വരും. കുറച്ച് സംസാരിക്കാൻ. എനിക്ക് സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. ഇതിപ്പോ പേഷ്യന്റ് ഇത് റൂമല്ലേ, ICU അല്ലല്ലോ. 24 മണിക്കൂറും പേഷ്യന്റിന് അറ്റൻഷൻ കൊടുക്കുന്നില്ലല്ലോ. നിങ്ങള് ബൈസ്റ്റാൻഡർ അല്ലേ കൂടെ നിൽക്കുന്നത്? ഞാൻ പേഷ്യന്റിന് നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാ. ഞാൻ മാറി തന്നേക്കാം. എനിക്കെന്താ? വൈജെ, നീ വയ്യാതെ കിടക്കുവാണെങ്കിലും എനിക്ക് അത്യാവശ്യം ചില കാര്യങ്ങൾ പറയാതെ പോകാൻ പറ്റത്തില്ല. ഞാനിവിടെ വന്നുകൊണ്ട് മാത്രമാ കുറെ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി പോയത് എന്ന കാര്യം നീ അറിഞ്ഞു കാണും. അല്ലേനെ തട്ടിക്കൊണ്ടുപോവാൻ ഞാൻ ആരോടും പറഞ്ഞു. നിനക്ക് വേണ്ടിയാണല്ലോ ചെയ്തത്. ഞാൻ വന്നില്ലെങ്കിൽ ശിവനും രാജീവും ഇപ്പൊ ജയിലിൽ കിടന്നേനെ. നീ കാരണം. ഞാൻ കാരണം ആരും ജയിലിൽ നീ വല്ലപ്പോഴും പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം. അലീന അമ്മയെ നോക്കാൻ വന്നവളാ. അവൾ അമ്മയെ കെയർ ചെയ്ത് ആ മുറിയിൽ ഒതുങ്ങി കഴിഞ്ഞേനെ അല്ലെ? അമ്മയ്ക്ക് സുഖമായി കഴിയുമ്പോ നിനക്ക് അവളെ പറഞ്ഞയക്കാമായിരുന്നു. ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ നിനക്ക് അതൊന്നും പോരാ. അവളെ കൊണ്ട് വീട്ടുജോലി ചെയ്യിക്കണം. അതും പോരാ, പരിഹസിക്കണം, അപമാനിക്കണം, കള്ളിയാക്കണം, വ്യഭിചാരണിയാക്കണം. നിന്റെ കുൽസിത ബുദ്ധി ഉപയോഗിച്ച് അലീനയ്ക്കെതിരെ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം നീ ചെയ്യും. നീർക്കോലിയെ രാജവമ്പാലെ ആക്കിയത് നീ ഒറ്റൊരുത്തിയ. സമ്മതിച്ചു. എല്ലാം എന്റെ കുറ്റമാണ്. അതിന്റെ ശിക്ഷയാണ് നീ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർമ്മ. അത് നീ മനസ്സിലാക്കണം. നീ പരിശുദ്ധിയായിരുന്നെങ്കിൽ, സന്മനസ്സുള്ളവളായിരുന്നെങ്കിൽ ഈ ഹോസ്പിറ്റൽ ബെഡിൽ ഇങ്ങനെ കിടക്കേണ്ടി വരില്ലായിരുന്നു. അതും സമ്മതിച്ചു. ഞാൻ കൊള്ളരുതാത്തവളാ. അതുപോലെ നിനക്കതിൽ കുറ്റബോധമുണ്ടോ? തിരുത്താനും മാറാനും നീ തയ്യാറാണോ? അല്ല. എന്ത് കാരണം കൊണ്ടാ നിങ്ങളെല്ലാരും സമ്മതിച്ചത്? അലീന എന്റെ വീട്ടിൽ തന്നെ താമസിച്ചോളാൻ. അവള് പിന്നെ എങ്ങോട്ട് പോകും? ബാലേന്ദ്രന്റെ മോളായി പോയില്ലേ? അയാൾക്ക് സ്വന്തം മോളെ തെരുവിലേക്ക് ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. സ്വന്തം ഭാര്യയും മക്കളുമാണ് ഒന്നാമത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇരുവ് വേശയ്ക്ക് ജനിച്ചവള്. ആഗ്രയിലെ തെരുവിൽ നീ അങ്ങനെ ആയിരുന്നോ? നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചവളാണല്ലോ മാരേജിന് മുമ്പ്. ആ കുഞ്ഞ് വളർന്ന് നിന്നെ തേടി നിന്റെ വീട്ടിൽ വന്ന് അമ്മയെന്ന് വിളിച്ചാൽ നീ ആട്ടി ഇറക്കി വിടുവോ? കടക്കടി പുറത്തുനിന്ന്. നീ അമ്മയാണെങ്കിൽ അത് ചെയ്യില്ല. ആ നിനക്ക് ബാലചന്ദ്രനെ കുറ്റപ്പെടുത്താൻ എന്ത് അവകാശം? ഗംഗേട്ടൻ എന്തിനാ എപ്പോഴും ആഗ്രഹമുള്ള കാര്യം എടുത്തിടുന്നേ? അത് എപ്പോഴേ കഴിഞ്ഞു പോയതാ. വർഷം 23 കഴിഞ്ഞു. ബാലചന്ദ്രന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാ. വർഷം 23 കഴിഞ്ഞു. മാരേജിന് മുമ്പുണ്ടായ ഒരു അഫയർ. ഈ അടുത്ത കാലത്ത് അറിഞ്ഞത് അതിലൊരു മകളുണ്ടെന്ന്. നീയും അയാളും തമ്മിൽ എന്താ വ്യത്യാസം? നീ അയാളെക്കാൾ ബെറ്റർ ആണോ? അല്ല. നിങ്ങള് മൂന്നുപേരെയും ബാലേന്ദ്രൻ പൊട്ടം കളിപ്പിച്ച് നിർത്തിയേക്കുവാ. അതറിയാമോ നിങ്ങൾക്ക്? അത് നിനക്കെങ്ങനെ അറിയാം? അവളെ കടപ്പാട്ടൂര് കൊണ്ടുവന്നപ്പോ മുതൽക്കുള്ള ഓരോ കാര്യങ്ങളും ഞാൻ ആലോചിച്ചു നോക്കി. ഒരു കാര്യം ഗംഗേട്ടൻ ഉറപ്പിച്ചു. അലീന താമസിക്കുന്ന വീട്ടിലായിരിക്കില്ല വൈജയന്തിയുടെ താമസം. ഇങ്ങനെ കൈയും കൂപ്പി അവളുടെ മുന്നിൽ ചെന്ന് നീ യാചിക്കാം. അല്ലയോ മഹാറാണി, അടിയൻ ചെയ്ത തെറ്റുകൾ പുറത്ത് മാപ്പാക്കണം. മഹാറാണി തിരുമനസ്സുകൊണ്ടും തിരുശരീരം കൊണ്ടും ഇനിയും പരപുരുഷന്മാരെ പ്രാപിക്കുകയും ജാരസന്തതികളെ പ്രസവിക്കുകയും ചെയ്തോളൂ. അടിയൻ ഭർത്താവെന്ന ലേബലും വച്ച് എല്ലാത്തിനുള്ള സൗകര്യം ചെയ്ത് തന്നോളാം.